പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് സെക്കൻഡിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സെക്ഷൻ ബി ആണ്. 16ാമത്തെ ചോദ്യം. എക്സ്പ്ലെയിൻ ദ സ്ട്രാറ്റജിക് അഡോപ്റ്റഡ് ബൈ MK ഗാന്ധി ടു മൊബിലൈസ് പീപ്പിൾ ഇൻ ടു ദ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ജനങ്ങളെ സംഘടിപ്പിക്കാൻ MK ഗാന്ധിജി സ്വീകരിച്ച തന്ത്രങ്ങൾ വിശദീകരിക്കുക. ആൻസർ: സത്യാഗ്രഹത്തിൻ്റെയും അഹിംസയുടെയും രീതികളിലൂടെ ജനങ്ങളെ അണിനിരത്തി മഹാത്മാഗാന്ധി അഹിംസാത്മക പ്രതിരോധത്തിന് ഊന്നൽ നൽകി. വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം, ഖാദി പ്രോത്സാഹിപ്പിക്കൽ, കർഷകർ, തൊഴിലാളികൾ, സ്ത്രീകൾ, വിദ്യാർത്ഥികൾ എന്നിവരുടെ ബഹുജന പങ്കാളിത്തം എന്നിവയെ പ്രസ്ഥാനത്തെ യാഥാർത്ഥ്യത്തിൽ ദേശീയമാക്കാൻ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. 17ാമത്തെ ചോദ്യം. എക്സാമിൻ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് ദ നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ്. അസഹകരണ സമരത്തിൻ്റെ പ്രധാന സവിശേഷതകൾ പരിശോധിക്കുക. ആൻസർ: സ്കൂളുകൾ, കോടതികൾ, പദവികൾ തുടങ്ങിയ ബ്രിട്ടീഷ് സ്ഥാപനങ്ങളെ ബഹിഷ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ മഹാത്മാഗാന്ധി നയിച്ച നിസ്സഹകരണ പ്രസ്ഥാനം 1920 മുതൽ 22 വരെ, സ്വദേശി സർക്കാർ ജോലികളിൽ നിന്നുള്ള രാജി, ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ സമാധാനപരമായ പ്രതിഷേധം എന്നിവ ഇത് പ്രോത്സാഹിപ്പിച്ചു. അടുത്ത 18ാമത്തെ ചോദ്യം. അനലൈസ് ദ റോൾ ഓഫ് ദ ഖിലാഫത്ത് മൂവ്മെൻറ്റ് ഇൻ ഫോസ്റ്ററിംഗ് ഹിന്ദു മുസ്ലിം യൂണിറ്റി ഡ്യൂറിംഗ് ദ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന കാലത്ത് ഹിന്ദു മുസ്ലിം ഐക്യം വളർത്തുന്നതിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പങ്ക് വിശകലനം ചെയ്യുക. ആൻസർ: ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ഒരു പൊതു പോരാട്ടത്തിൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം നേതാക്കളുടെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഖിലാഫത്ത് പ്രസ്ഥാനം ഹിന്ദു മുസ്ലിം ഐക്യം വളർത്തിയെടുക്കാൻ സഹായിച്ചു. 1920കളുടെ തുടക്കത്തിൽ മഹാത്മാഗാന്ധിയുടെ പിന്തുണ ദേശീയോദ്ഗ്രഥനം ശക്തിപ്പെടുത്തി. 19ാമത്തെ ചോദ്യം. ക്രിട്ടിക്കലി അനാലിസ് ദ ഗ്രോത്ത് ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയെ വിമർശനാത്മകമായി വിശകലനം ചെയ്യുക. ആൻസർ: ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു. പ്രത്യേകിച്ച് 1920കളിലും 1930കളിലും ട്രേഡ് യൂണിയനുകളും കിസാൻ സഭകളും സംഘടിപ്പിച്ചുകൊണ്ട് അത് ശക്തി പ്രാപിച്ചു. പക്ഷേ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ അടിച്ചമർത്തൽ നേരിട്ടു. 20ാമത്തെ ക്വസ്റ്റ്യൻ. അനലൈസ് ദ റോൾ ഓഫ് പ്ലേഡ് ബൈ സുഭാഷ് ചന്ദ്ര ബോസ് ഇൻ ദ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ സുഭാഷ് ചന്ദ്രബോസ് വഹിച്ച പങ്ക് വിശകലനം ചെയ്യുക. ആൻസർ: സ്വാതന്ത്ര്യ സമരത്തിൽ സുഭാഷ് ചന്ദ്രബോസ് ഒരു തീവ്രവാദപരമായ പങ്ക് വഹിക്കുകയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടുന്നതിനായി ഇന്ത്യൻ നാഷണൽ ആർമി INA രൂപീകരിക്കുകയും ചെയ്തു. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം നിരവധി ഇന്ത്യക്കാർക്ക് പ്രചോദനമായി. അടുത്ത ക്വസ്റ്റ്യൻ. 21ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ എവല്യൂഷൻ ഓഫ് ദ ടു നേഷൻ തിയറി. രണ്ട് രാഷ്ട്ര സിദ്ധാന്തത്തെ പരിണാമം വിശദീകരിക്കുക. ആൻസർ: 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയെ ഐക്യത്തോടെ നിലനിർത്തിക്കൊണ്ട് ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യൻ നേതാക്കൾക്ക് അധികാരം കൈമാറുക എന്ന ലക്ഷ്യബോധത്തോടെയായിരുന്നു ഇത്. പ്രവിശ്യകളുടെ ഗ്രൂപ്പുകളുള്ള ഒരു ഫെഡറൽ ഘടന അത് നിർദ്ദേശിച്ചു. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ. എക്സാമിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ്റെ പ്രാധാന്യം പരിശോധിക്കുക. ആൻസർ: 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയെ ഐക്യത്തോടെ നിലനിർത്തിക്കൊണ്ട് ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യൻ നേതാക്കൾക്ക് അധികാരം കൈമാറുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത്. പ്രവിശ്യകളുടെ ഗ്രൂപ്പുകളുള്ള ഒരു ഫെഡറൽ ഘടന അത് നിർദ്ദേശിച്ചു. ഇനി 23ാമത്തെ ചോദ്യം. എക്സാമിൻ ദ ഗ്രോത്ത് ഓഫ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. അഖില ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ വളർച്ച പരിശോധിക്കുക. ആൻസർ:
മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് വളർന്നു. പ്രത്യേക നിയോജക മണ്ഡലങ്ങളും പിന്നീട് പാകിസ്ഥാനും ആവശ്യപ്പെട്ടു. അത് മുസ്ലിം രാഷ്ട്രീയ താൽപ്പര്യങ്ങളുടെ പ്രധാന പ്രതിനിധിയായി മാറി. 24ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ബ്രീഫ്ലി ഓൺ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് സിറ്റിസൺ എൻഷൈൻഡ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളുന്ന പൗരൻ്റെ അടിസ്ഥാന അവകാശങ്ങളെക്കുറിച്ച് സംക്ഷിപ്തമായി എഴുതുക. ആൻസർ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ സമത്വം, സ്വാതന്ത്ര്യം, മതപരമായ അവകാശങ്ങൾ, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ, ഭരണഘടനാ പരിഹാരങ്ങൾ എന്നിവ ഉറപ്പു നൽകുന്നു. അവ പൗരന്മാരെ വിമോചനത്തിൽ നിന്ന് സംരക്ഷിക്കുകയും അടിസ്ഥാന മനുഷ്യ സ്വാതന്ത്ര്യങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യുന്നു. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ. എക്സാമിൻ ദ ടേംസ് ഓഫ് ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947. 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിൻ്റെ വ്യവസ്ഥകൾ പരിശോധിക്കുക. ആൻസർ. 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ഇന്ത്യയെ വിഭജിക്കുന്നതിനും ഇന്ത്യയെയും പാകിസ്ഥാനെയും സ്വതന്ത്ര ഡൊമിനിയനുകളുമായി സൃഷ്ടിക്കുന്നതിനും വ്യവസ്ഥ ചെയ്തു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ചു. 26ാമത്തെ ചോദ്യം. എക്സാമിൻ ദ റോൾ ഓഫ് B.R. അംബേദ്കർ ഇൻ ഡ്രാഫ്റ്റിംഗ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന രൂപീകരണത്തിൽ B.R. അംബേദ്കർ വഹിച്ച പങ്ക് വിശദീകരിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കൽ സമിതിയുടെ ചെയർമാനായിരുന്നു B.R. അംബേദ്കർ. സമത്വം, നീതി, മൗലികാവകാശങ്ങൾ എന്നിവ ഉറപ്പാക്കുന്ന നിയമങ്ങൾ രൂപീകരിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. 27ാമത്തെ ക്വസ്റ്റ്യൻ. എക്സാമിൻ ദ സിഗ്നിഫിക്കേഷൻ ഓഫ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യം പരിശോധിക്കുക. ആൻസർ. ബ്രിട്ടീഷ് ഭരണം ഉടനടി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചു. ഇത് ബഹുജന പ്രതിഷേധങ്ങൾക്കും നേതാക്കളുടെ അറസ്റ്റുകൾക്കും കാരണമായി. സ്വാതന്ത്ര്യത്തിനായുള്ള ഇന്ത്യക്കാരുടെ ശക്തമായ ദൃഢനിശ്ചയം പ്രകടമാക്കി. 28ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് എ നോട്ട് ഓൺ ദ ഫസ്റ്റ് ഇൻഡോ-പാക് വാർ ഇൻ 1947. 1947 ആദ്യ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ആൻസർ. പാകിസ്ഥാനിൽ നിന്നുള്ള ഗോത്രവർഗ സേനകൾ ഈ പ്രദേശം ആക്രമിച്ചതിനെ തുടർന്ന് 1947 ആദ്യത്തെ ഇൻഡോ-പാക് യുദ്ധം കാശ്മീരിനെ ചൊല്ലി നടന്നു. ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തലിലും കാശ്മീരിനെ നിയന്ത്രണ രേഖയിലൂടെ വിഭജിച്ചതിലും ഇത് അവസാനിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ. 29ാമത്തെ ക്വസ്റ്റ്യൻ. എക്സാമിൻ ദ റോൾ ഓഫ് സർദാർ വല്ലഭായ് പട്ടേൽ ഇൻ ദ ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ് ടു ദ ഇന്ത്യൻ യൂണിയൻ. രാജപ്രഭുത്വ സംസ്ഥാനങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ഏകീകരിക്കുന്നതിൽ സർദാർ വല്ലഭായ് പട്ടേൽ വഹിച്ച പങ്ക് പരിശോധിക്കുക. ആൻസർ. 500-ലധികം നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ സംയോജിപ്പിക്കുന്നതിൽ സർദാർ വല്ലഭായ് പട്ടേൽ നിർണായക പങ്ക് വഹിച്ചു. നയതന്ത്രത്തിലൂടെയും ദൃഢതയിലൂടെയും സ്വാതന്ത്ര്യത്തിനു ശേഷം അദ്ദേഹം രാഷ്ട്രീയ ഐക്യം ഉറപ്പാക്കി. 30ാമത്തെ ക്വസ്റ്റ്യൻ. എക്സാമിൻ ദ ടേംസ് ഓഫ് പഞ്ചശീലിൻ്റെ വ്യവസ്ഥകൾ പരിശോധിക്കുക. ആൻസർ. 1954 ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെച്ച സമാധാനപരമായ സഹവർത്തിത്വത്തിൻ്റെ 5 തത്വങ്ങളെയാണ് പഞ്ചശീലം സൂചിപ്പിക്കുന്നത്. പരമാധികാരത്തോടുള്ള പരസ്പര ബഹുമാനം, ആക്രമണമില്ലായ്മ, ഇടപെടാതിരിക്കൽ, സമത്വം, സമാധാനപരമായ സഹവർത്തിത്വം എന്നിവ ഈ തത്വങ്ങളിൽ ഉൾപ്പെടുന്നു. ഇതിൻ്റെ ആൻസർ കീ വാട്സപ്പ് ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് ലഭിക്കുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.